STPIക്കെതിരായ ED അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ STPI തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വരവ് ചെലവ് വിവരങ്ങൾ ED പരിശോധിച്ചിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ STPIക്കെതിരായ കുരുക്കും മുറുകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചെയ്യുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. STPIക്കെതിരായ ED അന്വേഷണ റിപ്പോർട്ട് അത് പുറത്തു വരുന്നതോടെ വലിയ തരത്തിൽ ആ രാഷ്ട്രീയ പാർട്ടി ഒരു തിരിച്ചടി നേരിടുമെന്ന വിലയിരുത്തലുകളാണ് ഉണ്ടാകുന്നത്. വിവരങ്ങൾ എന്താണ്? വീണ, നമസ്തേ, ഗുഡ് മോർണിംഗ്. വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ STPIക്കെതിരെ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ കടന്നിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ നിരോധനം ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് STPIക്കെതിരെ കേന്ദ്ര സർക്കാരും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും നീങ്ങുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം അത്രയധികം ഗുരുതരമായ കണ്ടെത്തലുകളാണ് STPIക്കെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണ ഏജൻസികൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. STPIക്കെതിരെ നടത്തിയ അന്വേഷണത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒപ്പം ഇന്റലിജൻസ് ബ്യൂറോയും നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് STPI നൽകിയിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി പരിശോധിച്ചിരുന്നു. കൂടാതെ STPIക്ക് ലഭിച്ച സംഭാവനകളുടെ കണക്കുകളും മറ്റൊരു രീതിയിൽ ശേഖരിച്ചുകൊണ്ട് ഇവ തമ്മിലുള്ള പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുണ്ട്. സംഭാവന ലഭിച്ചതിലും വരവ് ചെലവ് കണക്കുകളിലും അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ളത് മാത്രമല്ല, വളരെ കൃത്യമായി ഭീകരബന്ധം STPIയുടെ സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. STPIയുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക റിപ്പോർട്ട് ഇതിനോടകം തന്നെ ധനമന്ത്രാലയത്തിലും ഒപ്പം ആഭ്യന്തര മന്ത്രാലയത്തിലും കോടതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുണ്ട്. ഒരു അന്തിമ റിപ്പോർട്ട് EDയുടെ ഭാഗത്തുനിന്ന് STPIയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഉടൻ തന്നെ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു അന്തിമ റിപ്പോർട്ട് ലഭിച്ചാൽ നിരോധനം ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ED ചൂണ്ടിക്കാട്ടിയത് STPI എന്നുള്ളത് പുറത്തൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖമുണ്ടെങ്കിലും അകത്ത് തീവ്ര ഇസ്ലാമിക ഭീകരവാദ സ്വഭാവത്തോടു കൂടിയാണ് STPI പ്രവർത്തിക്കുന്നത് എന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനുശേഷം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന് ലഭിച്ച ഭീകരവാദ ഫണ്ടിംഗ് ആണ് STPIയും ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഹവാല പണം വ്യക്തികളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും സംഭാവനയായി STPIയിലേക്ക് ലഭിച്ചു. ഈ സംഭാവന നൽകിയ വ്യക്തികൾക്ക് മുൻകൂട്ടി ഈ പണം ഹവാല പണമായി ലഭിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൽ വിവിധയിടങ്ങളിൽ, കൂടാതെ ചെന്നൈ, കർണാടക, ജയ്പൂർ, ലക്നൗ, ഡൽഹി തുടങ്ങി വിവിധ മേഖലകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടന്നിരുന്നു. അടുത്തിടെ പിടിയിലായിട്ടുള്ള STPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഫൈസിയെ വിശദമായി ചോദ്യം ചെയ്തു. കൂടാതെ മുഹമ്മദ് കുട്ടിയുടെ 1420 അവസാനിക്കുന്ന മൊബൈൽ നമ്പറും ആ മൊബൈലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇതിനോടകം തന്നെ ഏജൻസി വിധേയമാക്കിയിരുന്നു. ഇതിലൂടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുമായി നടത്തിയിട്ടുള്ള ചാറ്റുകൾ, കോൾ ലിസ്റ്റുകൾ ഇവയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനും STPIക്കും ഇടയിൽ ഭീകരവാദ ഫണ്ടിങ്, ഈ സാമ്പത്തിക ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത് മുഹമ്മദ് കുട്ടി ഫൈസിയാണ് എന്ന നിഗമനമാണ്, എന്ന കണ്ടെത്തലാണ് അന്വേഷണ ഏജൻസി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്തിമ റിപ്പോർട്ട് STPIയും പോപ്പുലർ ഫ്രണ്ടും നടത്തിയിട്ടുള്ള ഭീകരവാദ ഫണ്ടിങ് എത്രത്തോളം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ STPI രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ STPIയും പങ്കാളിയായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായ അന്തിമ റിപ്പോർട്ട് ED ഉടൻ സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടികൾ STPIക്കെതിരെ ഉണ്ടാകും. നേരത്തെ ഓപ്പറേഷൻ ഒക്ടോപ്പസ് നടപ്പാക്കിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും ഭീകരരെ അറസ്റ്റ് ചെയ്ത നടപടി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായി 2009 രൂപീകരിച്ചിട്ടുള്ള STPIക്കെതിരെയും കടുത്ത നടപടികളിലേക്ക് തന്നെ കേന്ദ്ര സർക്കാർ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരി ജിഷ്ണു.